ഇന്ന് മക്കൾക്ക് വൈറ്റമിനെ കൊടുക്കേണ്ട ദിവസമായിരുന്നു. പോയിട്ട് വന്നപ്പോൾ അത്യാവശ്യം തെളിച്ചമൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് അങ്ങനെ കയറിപ്പോവാൻ തോന്നിയില്ല. ഡ്രസ്സ് പോലും മാറാതെ അവിടെ അങ്ങ് നിന്നു. കുറച്ച് നാൾ മുമ്പ് ഈ പ്ലാനിനെ പരിചയപ്പെടുത്തിയ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു എനിക്കിതൊരു ഹോട്ടലിന്റെ ഫ്രണ്ടിൽ നിന്ന് കിട്ടിയതാണെന്ന്. ഒരു സൈഡ് ഫുൾ ഈ പ്ലാന്റ് മാത്രം ഒരു ബോർഡർ പോലെ കൊടുത്തേക്കുമായിരുന്നു അവിടെ. അന്ന് ഞാൻ അതിൽ നിന്നൊരു കമ്പൊടിച്ച് ഇവിടെ കൊണ്ടുവച്ചപ്പം അത് ആ ഒറ്റ മൂടേ ഉള്ളായിരുന്നു. ചുമ്മാ കൊണ്ട് കുത്തി വെച്ചപ്പം തന്നെ പെട്ടെന്ന് പിടിച്ചു കിട്ടിയ കണ്ടിട്ട് ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ 2-3 കമ്പൂടി ഇതിന്റെ ഒപ്പിച്ചു. ഞാനിതിവിടെ സ്ഥലമുള്ള അനുസരിച്ച് പല സ്ഥലത്തായിട്ടായിരുന്നു വെച്ചിരുന്നത്. അപ്പൊ നമ്മൾ മേക്ക് ഓവർ ചെയ്യാൻ ഇട്ടിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടുത്തെ ഒരു സൈഡ് ഫുള്ള് ഇതങ്ങാക്കാന്ന് വെച്ചേ. അപ്പൊ അവിടെ കിട്ടിയ ആ ഭംഗി എനിക്ക് ഇവിടെ കിട്ടുമോന്ന് നോക്കാമല്ലോ. ഈ മഴ സമയത്ത് അധികം റിസ്ക് ഇല്ലാതെ നടാൻ പറ്റിയ ഒരു ചെടിയും കൂടാ ഇത്. അങ്ങനെ പെട്ടെന്ന് ചീഞ്ഞു പോവോ നശിച്ചു പോവോ ഒന്നും ചെയ്യത്തില്ല. ഈ പ്ലാന്റ് വെട്ടി നിർത്തിയില്ലെങ്കിൽ വേണമെങ്കിൽ ഇതൊരു മരം പോലെ അങ്ങ് വലുതാവും. എന്റെ കുഞ്ഞു പൂച്ചെടികളുടെ ഇടയ്ക്ക് ഇത് നിൽക്കുമ്പം അത് ചിലപ്പോൾ അതിനൊരു ക്ഷീണമായിരിക്കുകയല്ലേ. ഇവിടെ ആകുമ്പോൾ അവർ വേണമെങ്കിൽ സ്വാതന്ത്ര്യത്തിൽ അങ്ങ് വളർന്നോട്ടെ. എന്നാലും അത് പെട്ടെന്ന് അങ്ങനെ വളർന്നു വലുതാവുന്ന ചെടിയൊന്നുമല്ല. എന്നാലും അത് അവിടെ മുഴുവൻ വളർന്ന് തിക്കായിട്ട് നിൽക്കുന്ന ഒരു ദിവസം വരും. അപ്പൊ കാണിച്ചു തരാം. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ ഞാൻ കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ച് വളർത്തുന്നതും അതിനെ വളർത്തി വലുതാക്കിയത് മുട്ടയൊക്കെ ഇടുന്നതും. അതുകൊണ്ട് ഓരോ മുട്ട കിട്ടുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഈ മഴയത്ത് കറങ്ങിയടിച്ച് നടക്കുന്ന എൻ്റെ അമ്മായിച്ച നല്ല വഴക്ക് വീട്ടിനകത്തിരുന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് കാട്ടില് അത്യാവശ്യം തിന്നാനും കുടിക്കാനും ഒക്കെ ഉള്ള സമയമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും കുരങ്ങന്മാരെ ഒന്നും ഇപ്പൊ അങ്ങനെ കാണുന്നില്ല. കണ്ടിരുന്നെങ്കിൽ എപ്പോഴേ ഓമരമൊക്കെ ഇപ്പൊ ഇവിടെ ഒടിഞ്ഞു കിടന്നേനെ. പിന്നെ നേരെ നമ്മുടെ വഴുതനയും മുളകും ഒക്കെ